ഗുജറാത്തിലെ ജാംനഗറിൽ റിലയൻസ് ഫൗണ്ടേഷൻ നടത്തുന്ന ആനന്ദ് അംബാനി ആരംഭിച്ച വന്താര വൈൽഡ് ലൈഫ് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ സുപ്രീം കോടതിയുടെ റഡാറിൽപ്പെട്ടിരിക്കുകയാണ്. വന്താരയെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ജെ ചെലമേശ്വറിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിരിക്കുന്നു. വന്താരയ്ക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഇനി ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. എന്താണ് വന്താരയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ? എന്തിനാണ് സുപ്രീം കോടതി ഇടപെട്ടത്? നോക്കാം. ഫാക്റ്റ് ആൻഡ് ഫോക്കസ്. വന്താര ഗുജറാത്തിലെ ജാംനഗറിൽ റിലയൻസ് ഫൗണ്ടേഷൻ്റെ ഭാഗമായി ആനന്ദ് അംബാനി ആരംഭിച്ച ഒരു വൈൽഡ് ലൈഫ് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് വന്താര, അഥവാ വന്യമൃഗ സംരക്ഷണ പുനരധിവാസ കേന്ദ്രം. 3000 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കേന്ദ്രം ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് മൃഗങ്ങളെ, ആനകൾ, സിംഹങ്ങൾ, പക്ഷികൾ, ഉരഗങ്ങൾ ഇങ്ങനെ തുടങ്ങി നിരവധി മൃഗങ്ങളെയും പക്ഷികളെയും സംരക്ഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നുവെന്നാണ് അവകാശപ്പെടുന്നത്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. ലോകോത്തര മൃഗസംരക്ഷണ കേന്ദ്രമായി അന്ന് പ്രധാനമന്ത്രി വന്താരയെ വിശേഷിപ്പിച്ചു. ദുരുപയോഗം ചെയ്യപ്പെട്ട, പരിക്കേറ്റ, അനാഥരായ ഇങ്ങനെയുള്ള മൃഗങ്ങളെയെല്ലാം സംരക്ഷിച്ച് അവക്ക് ഉയർന്ന നിലവാരമുള്ള പരിചരണം നൽകി സാധ്യമെങ്കിൽ അവയെ വന്യജീവി സങ്കേതങ്ങളിലേക്ക് തിരിച്ചയക്കലൊക്കെയാണ് വന്താരയുടെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സുതാര്യവും നിയമാനുസൃതവുമാണെന്ന് റിലയൻസിൻ്റെ വന്താര അവകാശപ്പെടുന്നു. പക്ഷേ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കെല്ലാം വിരുദ്ധമായി ഇപ്പോൾ വന്താരയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതിപ്പോൾ സുപ്രീം കോടതിയെ വരെ ഇടപെടാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഗുരുതരമാണ് വന്താരയ്ക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ. അഭിഭാഷകനായ CR ജയാസുഖിനും ദേവ് ശർമ്മ എന്ന വ്യക്തിയും സമർപ്പിച്ച 2 റിട്ട് പെറ്റീഷനുകളാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. മാധ്യമ റിപ്പോർട്ടുകളും NGOകളുടെ പരാതികളും പറയുന്നത് പ്രകാരം ഈ പെറ്റീഷനുകൾ വന്താരയുടെ പ്രവർത്തനങ്ങൾ നിയമലംഘനങ്ങളുണ്ടെന്ന് ആരോപിക്കുകയാണ്. നോക്കാം എന്തൊക്കെയാണ് പ്രധാന ആരോപണങ്ങൾ. ഒന്നാമത്തേത് നിയമവിരുദ്ധമായ മൃഗങ്ങളുടെ സംഭരണമാണ്. വന്താര ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും പല സ്ഥലങ്ങളിൽ നിന്നായി നിരവധി മൃഗങ്ങളെ, പ്രത്യേകിച്ച് ആനകളെ നിയമവിരുദ്ധമായി സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ആരോപണം. കൊലാപൂരിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് മഹാദേവി എന്നൊരാനയെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ വന്താരയിലേക്ക് മാറ്റിയിരുന്നു. ഇത് വലിയ വിവാദങ്ങളുണ്ടാക്കി. ഈ മാറ്റം നിയമപരമാണെന്ന് വന്താര അവകാശപ്പെട്ടെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് മാറ്റിയതുകൊണ്ട് തന്നെ മതപരമായ വികാരങ്ങൾ വ്രണപ്പെടുത്തിയെന്ന ആരോപണങ്ങൾ ഉയർന്നു. ബ്രിങ് ബാക്ക് മഹാദേവി എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി. മറ്റൊരാരോപണം വന്താര നടത്തുന്ന നിയമലംഘനങ്ങളെക്കുറിച്ചാണ്. വന്താര 1972 വന്യജീവി സംരക്ഷണ നിയമം, സൂ മാനദണ്ഡങ്ങൾ, സൈറ്റ്സ് അഥവാ കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നിവയെല്ലാം ലംഘിച്ചുവെന്നാണ് ആരോപിക്കപ്പെടുന്നത്. ചില മൃഗങ്ങളെ ചെറുകിട വിദേശ വിതരണക്കാരിൽ നിന്ന് നിയമവിരുദ്ധമായി സ്വന്തമാക്കിയതായിട്ടും ആരോപണങ്ങളുണ്ട്. ഇത് അന്താരാഷ്ട്ര വന്യജീവി കള്ളക്കടത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് വിമർശകർ പറയുന്നു. മറ്റൊരാരോപണം മൃഗപരിചരണത്തെയും ദുരുപയോഗത്തെയും കുറിച്ചാണ്. മൃഗങ്ങൾക്ക് മതിയായ പരിചരണം വന്താരയിൽ ലഭിക്കുന്നില്ലത്രേ. മൃഗസംരക്ഷണ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ലത്രേ. മരണനിരക്ക് വളരെ ഉയർന്നതാണ് എന്നും ആരോപണങ്ങളുണ്ട്. വന്താര വ്യവസായ മേഖലയ്ക്ക് സമീപമായതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് അനുയോജ്യമല്ലാത്തൊരു കാലാവസ്ഥയിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും വിമർശനങ്ങളുണ്ട്. മറ്റൊരാരോപണം വന്താരയിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചാണ്. വന്താരയ്ക്കെതിരെ ജലവിഭവങ്ങളുടെയും കാർബൺ ക്രെഡിറ്റുകളുടെയും ദുരുപയോഗം, കള്ളപ്പണം വെളുപ്പിക്കൽ, മറ്റു സാമ്പത്തിക ക്രമക്കേടുകൾ ഇങ്ങനെ കുറേയേറെ ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങൾ മാധ്യമ റിപ്പോർട്ടുകളിലും സോഷ്യൽ മീഡിയകളിലും NGOകളുടെ പരാതികളിലുമെല്ലാം നിരവധി തവണ ആവർത്തിച്ചു വന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ ആരോപണങ്ങൾക്കൊന്നും പ്രൊബേറ്റീവ് മൂല്യങ്ങളുള്ള ഒരു തെളിവും ഇല്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് ഒരു സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് പങ്കജ് മിത്തലിൻ്റെയും ജസ്റ്റിസ് PB വരലയുടെയും ബെഞ്ചാണ് വന്താരയ്ക്കെതിരെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരു 4 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ജെ ചെലമേശ്വർ അധ്യക്ഷനാണ്. ഈ സംഘത്തിൽ മുൻ ഉത്തരാഖണ്ഡ് തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രാഘവേന്ദ്ര ചൗഹാൻ, മുൻ മുംബൈ പോലീസ് കമ്മീഷണറായിരുന്ന ഹേമന്ത് നാഗ്രലെ, കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറായ അനീഷ് ഗുപ്ത ഇവരെല്ലാവരും ഉൾപ്പെടുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം.
ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും പ്രത്യേകിച്ച് ആനകളെ വന്താര എങ്ങനെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്? ഇതിനെല്ലാം 1972 വന്യജീവി സംരക്ഷണ നിയമവും സൈറ്റ്സിൻ്റെ മാനദണ്ഡങ്ങളും വന്താര പാലിച്ചിട്ടുണ്ടോ? മൃഗങ്ങൾക്ക് ലഭിക്കുന്ന പരിചരണം, അവിടെ നടക്കുന്ന വെറ്ററിനറി സേവനങ്ങൾ, മരണനിരക്ക്, അതിനുള്ള കാരണങ്ങൾ ഇവയെല്ലാം സംഘം അന്വേഷിക്കും. വന്താര വ്യവസായ മേഖലയ്ക്ക് സമീപമാണോ സ്ഥിതി ചെയ്യുന്നത്? ജലവിഭവങ്ങളുടെയും കാർബൺ ക്രെഡിറ്റുകളുടെയും ദുരുപയോഗം നടക്കുന്നുണ്ടോ? കള്ളപ്പണം വെളുപ്പിക്കലുണ്ടോ? വന്യജീവി കള്ളക്കടത്ത്, മറ്റ് സാമ്പത്തിക ലംഘനങ്ങൾ എന്നിവ നടക്കുന്നുണ്ടോ? വന്താര ഒരു വാനിറ്റി കളക്ഷനോ സ്വകാര്യ ശേഖരമോ ആണോ? പ്രജനന സംരക്ഷണ പരിപാടികൾ നടക്കുന്നതൊക്കെ നിയമാനുസൃതമായിട്ട് തന്നെയാണോ? ഇങ്ങനെ തുടങ്ങിയ എല്ലാ ആരോപണങ്ങളും ഈ അന്വേഷണ സംഘം പരിശോധിക്കും. വേണമെങ്കിൽ പരാതി നൽകിയവർ, ഉദ്യോഗസ്ഥർ, NGOകൾ, മാധ്യമപ്രവർത്തകർ ഇവരിൽ നിന്നെല്ലാം പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ശേഖരിക്കാം. ഗുജറാത്ത് വനം വകുപ്പിൻ്റെ പൂർണ്ണ സഹകരണത്തോടെ വന്താരയിൽ നേരിട്ട് പരിശോധന നടത്തി അടുത്ത മാസം 12-ാം തീയതി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. കേസ് സെപ്റ്റംബർ 15-ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. ഈ അന്വേഷണം വസ്തുതാപരമായ ഒരു വിലയിരുത്തലിന് വേണ്ടി മാത്രമാണ് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. വന്താരയുടെയോ റെഗുലേറ്ററി അതോറിറ്റികളുടെയോ പ്രവർത്തനത്തിൽ കോടതിക്ക് സംശയങ്ങളൊന്നുമില്ല എന്നും കോടതി പറയുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവിനെ അതീവ ബഹുമാനത്തോടെ തങ്ങൾ സ്വീകരിക്കുന്നതായി വന്താര ഒരു മറുപടി പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്. സുതാര്യത, കരുണ, നിയമപാലനം ഇവയിലെല്ലാം വന്താര പ്രതിജ്ഞാബദ്ധമാണത്രേ. പ്രത്യേക അന്വേഷണ സംഘത്തിന് പൂർണ്ണമായ സഹകരണം നൽകുമത്രേ. മൃഗസംരക്ഷണം എന്ന തങ്ങളുടെ ദൗത്യം തങ്ങൾ തുടരും എന്നും വന്താര വ്യക്തമാക്കുന്നു. തങ്ങൾ ഇവിടെ മൃഗങ്ങളുടെ വ്യാപാരത്തിലല്ല ഏർപ്പെടുന്നതെന്നും ഇവിടെ നടക്കുന്ന എല്ലാ മൃഗസംഭരണവും സംരക്ഷണവുമെല്ലാം നിയമാനുസൃതമാണെന്നും വന്താര അവകാശപ്പെടുന്നു. വന്താരയെ പിന്തുണക്കുന്നവർ ഇത് ലോകോത്തര മൃഗസംരക്ഷണ കേന്ദ്രമാണെന്നും ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഒരു ഭാഗത്ത് വാദിക്കുന്നുണ്ട്. വന്താരക്കെതിരെ ഇപ്പോഴുയർന്ന വിവാദങ്ങളെ തുടർന്ന് മറ്റനേകം ചർച്ചകളും ഒരു ഭാഗത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തെ അംബാനി അദാനി മത്സരമായി ചിത്രീകരിക്കുന്നുണ്ട് ചിലർ. ചില ഇന്ത്യൻ മാധ്യമങ്ങൾ വന്താരയെ വിമർശിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെ നീക്കം ചെയ്തതായി ആരോപിക്കുന്നുണ്ട്. എന്തായാലും വന്താരക്കെതിരെ അന്വേഷണം, മൃഗസംരക്ഷണം, നിയമപാലനം, സാമ്പത്തിക സുതാര്യത, മതപരമായ വികാരങ്ങൾ ഇവയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സങ്കീർണമായ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ പ്രത്യേക അന്വേഷണ സംഘം അടുത്ത മാസം 12-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ വന്താരയുടെ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ ചിത്രം വെളിവാകും. ഇത് ഇന്ത്യയിലെ സ്വകാര്യ മൃഗസംരക്ഷണ കേന്ദ്രങ്ങളുടെ ഭാവി എങ്ങനെയാകുമെന്നതുപോലും രൂപപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചിത്രങ്ങളായിരിക്കും.